ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ ചക്കക്കുരു വെച്ചിട്ടുണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റ് അല്ലേ. ചക്കക്കുരു മാങ്ങാക്കറി ആയാലും ചക്കക്കുരു മുരിങ്ങയില കറി ആയാലും പിന്നെ ചക്കക്കുരുയുടെ തോരനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ചക്കക്കുരു ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. ഇതിൻ്റെ പുറത്തുള്ള തോട് മാത്രം മാറ്റിയെടുത്താൽ മതി. ഈ ബ്രൗൺ കളർ സ്കിന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ചെടുക്കണം. മുറിക്കുന്നത് നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 2 വെളുത്തുള്ളി എടുക്കാം. പിന്നെ നല്ല ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ പെരുംജീരകം 1/4 ടീസ്പൂൺ, പിന്നെ വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മസാല റെഡിയാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ചക്കക്കുരുവിന് കുറച്ചുകൂടി വേവുണ്ടല്ലോ. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം മതിയാവും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്നിട്ട് നോക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. എന്നാൽ ചക്കക്കുരു വെന്തിട്ടുമില്ല, പകുതി വെന്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനിയും വെള്ളം ചേർക്കേണ്ടത് ആവശ്യമുണ്ട്. ഇനി വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. കാരണം കുറച്ച് വെന്ത ഇതാണല്ലോ ചക്കക്കുരു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടായ വെള്ളം വേണം ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. നേരത്തെ 1/4 കപ്പല്ലേ ചേർത്തത്, ഇപ്പോൾ പിന്നെ 1/4 കപ്പ് ചേർത്തു. ഇപ്പോൾ ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ചക്കക്കുരു നന്നായിട്ട് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കണം. ഇനി നമുക്ക് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്നിട്ട് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് കാണുന്നുണ്ട്. നമുക്കിതൊന്ന് കയ്യിലെടുത്തിട്ട് ഇളക്കി നോക്കാം. വെള്ളം നന്നായി വറ്റി. ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ടൊരു സൂത്രമുണ്ട്. നമുക്ക് സൂത്രം എന്ന് പറഞ്ഞാൽ വലിയ സൂത്രമൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നമുക്ക് ഈ കയ്യിലേക്ക് ഒരു ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കാം. പെട്ടെന്ന് അത് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല കളറായിട്ട് വരണം. നല്ല മസാലയൊക്കെ ഈ ചക്കക്കുരുവിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി താളിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. നേരതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊരു ബ്രൗൺ നിറമാകുന്നൊരു വഴറ്റണം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ വഴറ്റുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. വെളുത്തുള്ളി കുറച്ച് സമയം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് കുറച്ച് സമയം വഴറ്റാം. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് ചക്കക്കുരു എല്ലാം കുറച്ച് ക്രിസ്പാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം നന്നായിട്ട് ഇത് വഴച്ചെടുക്കണം. നല്ല ക്രിസ്പാവുന്നത് വരെ ചക്കക്കുരു നന്നായിട്ട് വഴറ്റണം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്